ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി കപ്പിൾഡ് സർക്യൂട്ട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പം എക്സാമ്പിൾ 7.16 നിങ്ങളെടുത്ത് ഹോംവർക്കായിട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നപ്പോൾ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് ആ സർക്യൂട്ട് വരുന്നത്, എങ്ങനെയാണ് കപ്ലിംഗ് സർക്യൂട്ട്സിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സർക്യൂട്ട് തന്നിട്ടുണ്ട്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പം ഇതിലൊക്കെ എ സി വോൾട്ടേജ് സോഴ്സാണ് വരുന്നത്. കാരണം എ സി ആണെങ്കിൽ മാത്രമേ മ്യൂച്വൽ ഇൻഡക്റ്റൻസും കപ്ലിംഗ് ഒക്കെ ഉണ്ടാവും. ഡി സിക്ക് ആ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഡി സി സോഴ്സ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ റെക്റ്റാങ്കുലർ ഫോമും അതുപോലെ പോളാർ ഫോംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ വാല്യൂസ് കൊടുത്തിട്ട് ഈ സർക്യൂട്ട്സ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വി ഓഫ് ടി സർക്യൂട്ടിലൊരു R1 ഉണ്ട്, കറണ്ട് I1 ആണ്, L1 L2 രണ്ട് ഇൻഡക്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ കറണ്ട് എൻ്റർ ചെയ്യുന്ന പോയിന്റിലാണ് ഇവിടെ ഡോട്ട് ഉള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് സർക്യൂട്ടിൽ ഇതാണ് സോഴ്സ്. അപ്പോൾ ഇതിലും കറണ്ട് ഡയറക്ഷൻ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ കറണ്ട് എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ തന്നെയാണ് ഇവിടെയും ഡോട്ട്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സിലൊന്നും മാറ്റില്ല. അപ്പം L1 അതുപോലെ വരച്ചു. ഇനി എന്തുണ്ടാവും? ഇനി ഈ L2 കൊണ്ട് ഇതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ട് നമുക്ക് L1ൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ടിലൊരു വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ അതാണ് MdI2/dt. അത് പൊളാരിറ്റി പ്ലസ് മൈനസ് ആണ്. കാരണം പൊളാരിറ്റി കൊടുത്തിരിക്കുന്നത് പ്ലസ് മൈനസ് ആണ്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞത് രണ്ടിലും കറണ്ട് എൻ്റർ ചെയ്യുന്നിടത്താണ് ഡോട്ട്സ് ഉള്ളത്. രണ്ട് കേസിലും കറണ്ട് എൻ്റർ ചെയ്യുന്നിടത്താണ് ഡോട്ട്സ് ഉള്ളത്. അതുകൊണ്ടാണ് പ്ലസ് മൈനസ് പൊളാരിറ്റി കൊടുത്തത്. ഓക്കെ, ഇനി എന്താണ്? അപ്പോൾ ഈ ഒരു സെക്ഷനായി. ഇനി ഇത് റെസിസ്റ്റൻസ് R2 അതുപോലെ തന്നെയാണ്, കപ്പാസിറ്റൻസ് ഇതൊക്കെ അതുപോലെ വരച്ചു. ഇവിടെ L2, ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L2 ഉണ്ട്. അതുപോലെ ഈ L1 അല്ലെങ്കിൽ ഫസ്റ്റ് കോയിലിലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ട് ഇവിടെ എന്തുണ്ടാവും? ഒരു വോൾട്ടേജ് ഉണ്ടാവും, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതാണ് MdI1/dt തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു രണ്ടും എൻ്റർ ചെയ്യുന്ന പോയിന്റിലാണ്, അതുകൊണ്ട് പ്ലസ് മൈനസ് പൊളാരിറ്റിയും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്ലൈയിങ് KVL ടു മെഷ് 1, ഇതാണ് മെഷ് 1. അപ്പോൾ മെഷ് 1ൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V1 ഓഫ് ടി മൈനസ് ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് I1 R1 മൈനസ്, കാരണം മൈനസ് L1 ×dI/dt, ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജ്. അതുപോലെ M×dI2/dt ഈസ് ഈക്വൽ ടു 0. അതിൽ ഈ വി ഓഫ് ടി ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി മെഷ് 2ൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? ഈ R3ലും സിയിലും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 - I3 ആണ്, അല്ലേ? രണ്ട് കറണ്ട് ഉണ്ട്. അപ്പോൾ അത് രണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് I2 - I3 ആയിരിക്കും. അപ്പോൾ മെഷ് 2 ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. M×dI1/dt ഇത് മൈനസ് L2 × ഇൻഡക്ടറിൽ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് L2 × dI2/dt മൈനസ് R3 എന്താണ്? I2 - I3 മൈനസ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എന്താണ്? 1/c ഇൻ്റഗ്രൽ 0 to t idt. I എന്ന് പറയുന്നത് എന്താണ്? I2 - I3 ആണ്, ഇൻറ്റു dt മൈനസ് V2 ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് MdI/dt എന്നെടുത്ത്, അല്ലേ? ഇവിടെ പ്ലസ് മൈനസ് ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയതുകൊണ്ട് മൈനസ് V2 ഓഫ് ടി എന്നെടുത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ എഴുതുക. അപ്പോൾ M×dI1/dt മൈനസ് L2 × dI2/dt ഇസ് മൈനസ് R3 × I2 - I3 minus 1/c integral 0 to t I2 minus I3 dt is equal to V2 of t.
ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി 3 മെഷസ് ഉണ്ട് അല്ലേ, 3 മെഷ് ഉണ്ട്. അപ്പം തേർഡ് മെഷ് ഏതാണ്? ഇവിടെ ഇക്വേഷൻ എഴുതും. എന്തായിരിക്കും ഇക്വേഷൻ വരിക? I3 മൈനസ് I3 ഇൻറ്റു R2 മൈനസ് കപ്പാസിറ്ററിൽ എഴുതുന്നത് 1/c ഇൻ്റഗ്രൽ I2 മൈനസ് I3 ഇൻറ്റു DT, പിന്നെ എന്ത് വരും? മൈനസ് R3 ഇൻറ്റു I2 മൈനസ് I3. ആ രീതിയിൽ എക്സ്പ്രഷൻ വരും. എന്താണ്? മൈനസ് R2 ഇൻറ്റു I3 മൈനസ് 1/c I3 മൈനസ് I2 DT മൈനസ് R3 ഇൻറ്റു I3 മൈനസ് I2 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയായിരിക്കും KVL 3 തേർഡ് മെഷിലുള്ള KVL ഇക്വേഷൻസ്. ഓക്കെ, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് KVL ഇക്വേഷൻസ് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പം ഇതിന് പകരം ഈ R2 R3 സിക്കൊക്കെ വാല്യൂസാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? ആ വാല്യൂസ് ഇട്ടിട്ട് 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ആ വാല്യൂസ് സോൾവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ഡൗൺ ദി മെഷ് ഇക്വേഷൻസ്. ഇതിൻ്റെ മെഷ് ഇക്വേഷൻസ് എഴുതാനാണ്. അപ്പോൾ ഇതിനാദ്യം തന്നെ നമുക്ക് ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് മാറ്റി ഇൻ ടേംസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സോഴ്സുള്ള ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വോൾട്ടേജ് സെയിം തന്നെയാണ്, ഇമ്പിഡൻസ് സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് ഇവിടുന്ന്. അപ്പോൾ അവിടെ മാറ്റുമ്പം L1, അപ്പോൾ L1ലുള്ള കറണ്ട് ഡയറക്ഷൻ എന്താണ്? ഇങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ. എൻട്രി ചെയ്യുന്ന പോയിന്റിലാണ് ഡോട്ട് ഉള്ളത്. ഇനി L2 ആണെങ്കിൽ കറണ്ട് ഇങ്ങനെയാണ് അല്ലേ, അവിടെയും കറണ്ട് എൻട്രി ചെയ്യുന്ന പോയിന്റിൽ തന്നെയാണ് ഡോട്ട്സ് ഉള്ളത് അല്ലേ. രണ്ടിലും എൻട്രി ചെയ്യുന്ന പോയിന്റിൽ തന്നെയാണ് ഡോട്ട്സ് ഉള്ളത്. അതുകൊണ്ട് പൊളാരിറ്റി എന്താ നമ്മൾ ചെയ്തത്? പ്ലസ് മൈനസ് എന്നുള്ള പൊളാരിറ്റിയിൽ എഴുതി രണ്ട് കേസിലും. അപ്പോൾ V1 Z1 ഇൻഡക്ടറിന് നമ്മൾ LdI/dt അല്ലെങ്കിൽ jωL1 എഴുതും അല്ലേ. jωL2 jωMI2 jωMI1 ഈ ഒരു രീതിയിൽ ഇക്വേഷൻ എഴുതാം. അപ്പോൾ അപ്ലൈയിങ് KVL ടു മെഷ് 1 എന്തായിരിക്കും? V1 മൈനസ് Z1 I1 മൈനസ് jωL1 ഇൻറ്റു I1 മൈനസ് jωM ഇൻറ്റു I2. ഇപ്പോൾ jωL എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു XL ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ LdI/dt എന്നുള്ള രീതിയിലായിരിക്കും എഴുതുക അല്ലേ, L1 ഇൻറ്റു dI/dt. അപ്പോൾ അതിന് പകരം jω എന്നുള്ള ഫോമിലേക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അപ്ലൈയിങ് KVL ടു ദ മെഷ് 2 അതിലെന്തായിരിക്കും? Z2 ഇൻറ്റു I2 മൈനസ് I1 വരും അല്ല, ഈ I1 ഇങ്ങോട്ടുണ്ട് I2 ഉണ്ട്, പ്ലസ് jωM1 ഇത് മൈനസ് jωL2 ഇത് മൈനസ് ZL ഇൻറ്റു I2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും 7.17. അപ്പോൾ ഇനി വരുന്നത് റൈറ്റ് മെഷ് ഇക്വേഷൻസ്. അപ്പോൾ ഇതിൻ്റെ മെഷ് ഇക്വേഷൻസ് എഴുതാൻ എന്തായിരിക്കും മെഷ് ഇക്വേഷൻസ് വരിക? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിങ്ങനെ തന്നെ എഴുതി. റെസിസ്റ്റൻസ് അതുപോലെ തന്നെയാണ്. ഇൻഡക്റ്റൻസ് L1ൽ സെൽഫ് ഇൻഡക്റ്റൻസ് L1 ഉണ്ടാവും, അത് അതുപോലെ മാർക്ക് ചെയ്തു. ഇതിലും സെൽഫ് ഇൻഡക്റ്റൻസ് L2 ഉണ്ടാവും, അതും മാർക്ക് ചെയ്തു. L3 മാർക്ക് ചെയ്തു അല്ലേ. ഇനി നോക്കുക, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, ഇപ്പുറത്തേലും ഒരു ഡോട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ കറണ്ട് എൻട്രി ചെയ്യുന്നിടത്താണ് ഡോട്ട്, രണ്ടാമത്തെ കേസിലും കറണ്ട് എൻട്രി ചെയ്യുന്നിടത്താണ് ഡോട്ട്. അപ്പോൾ രണ്ട് കേസിലും കറണ്ട് എൻട്രി ചെയ്യുന്നിടത്ത് ഡോട്ട്. അപ്പോൾ അത് തമ്മിലുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെയാണ് ഈ ഡോട്ട്സ് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, ദെർഫോർ L1 ഇൻറ്റു M12 അതായത് M12 മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡ്യൂ ടു 2 in 1 അതാണ് M12 അല്ല, M12 d/dt ഓഫ് എന്താണ് I2 കറണ്ട് എന്നാണ്, ഇവിടെ ഈ ഇൻഡക്ടറിലുണ്ടാകുന്ന കറണ്ട് എന്താണ്? I2 മൈനസ് I3. ദെർഫോർ M12 d/dt ഓഫ് I2 മൈനസ് I3 എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കാം, ഈ ഫസ്റ്റ് കേസ് തന്നെ ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അല്ലേ. ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ തേർഡ് കേസ് എവിടെയാണ്? ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ കറണ്ട് എൻട്രി ചെയ്യുന്ന പോയിന്റിലാണ് ട്രയാങ്കിൾ, ഈ ഒരു കേസിലും കറണ്ട് എൻട്രി ചെയ്യുന്ന പോയിന്റിൽ തന്നെ ട്രയാങ്കിൾ.
അപ്പോൾ ഈ L3-ലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ല L3-ലെ ഫ്ലക്സ് കൊണ്ട് L1-ലൊരു മ്യൂച്വൽ ഇൻഡക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, ആ ഒരു മാർക്കിൻ്റെ അർത്ഥം അല്ലേ. പക്ഷെ വ്യത്യാസം എന്താണ്? ഇവിടെയുള്ള ഈ ട്രയാങ്കിൾ മുകളിലാണ്, കറണ്ട് എൻ്റർ ചെയ്യുന്ന പോയിന്റിലാണ്. എന്നാൽ ഇവിടെ കറണ്ട് ലീവ് ചെയ്യുന്ന പോയിന്റ്, താഴെയല്ലേ, ലീവ് ചെയ്യുന്ന പോയിന്റിലാണ് ഈ ഒരു ട്രയാങ്കിൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓപ്പോസിങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് കേസ് വന്നു. പൊളാരിറ്റി നോക്കുക, മൈനസ് പ്ലസ് എന്നുള്ള പൊളാരിറ്റി, കാരണം ഫ്ലക്സ് ഓപ്പോസിറ്റ് ആണ്. അപ്പം നെറ്റ് വോൾട്ടേജ് കുറയാണ് ചെയ്യുക. അതുകൊണ്ട് M13 അതായത് മൂന്നാമത്തെ കോയിലുണ്ടാകുന്ന കറണ്ട് ചേഞ്ച് കൊണ്ട് ഫസ്റ്റ് കോയിലുണ്ടാകുന്ന EMF, ദാറ്റ് ഈസ് M13 ഇൻറ്റു ഇതുവഴിയുള്ള കറണ്ട് di3/dt. അങ്ങനെയാണ് ഈ ഒരു ടേം വന്നത്. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി ഓപ്പോസ് ആവാനുള്ള റീസൺ ഇതിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നിടത്താണ് ട്രയാങ്കിൾ, എന്നാൽ ഇവിടെ കറണ്ട് ലീവ് ചെയ്യുന്നിടത്താണ്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഒരു ബ്രാഞ്ചായി. ഇനി അടുത്ത ബ്രാഞ്ചിൽ L2 വരും, ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ്. പിന്നെ M12 d/dt, അത് അതുപോലെ M12 പറയുന്നത് നമുക്ക് M21 ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ആക്ച്വലി M12 = M21 ആണ്, ഡൗട്ടില്ല. അപ്പോൾ M21 di1 - i2. അപ്പോൾ ഇതിലുണ്ടാകുന്ന കറണ്ട് എന്താണ്? താഴോട്ട് I1 ഉണ്ട്, മുകളിലോട്ട് I2 ഉണ്ട്. അപ്പോൾ d/dt of I1 - I2, അതാണ് ഇത് തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാകുന്ന വോൾട്ടേജാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം. ഇതിൽ താഴെ ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ, ഒരു സ്ക്വയർ ഷേപ്പ്, ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ട്. അത് ആ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ട്. അപ്പോൾ അതുണ്ട്. L3-ലും താഴെ ഒരു സ്ക്വയർ ഉണ്ട്, അതായത് അല്ലേ, ഇതാണ് കാണുന്ന സ്ക്വയർ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്വയർ. അപ്പോൾ ഇതിൽ കറണ്ട് ലീവ് ചെയ്യുന്ന പോയിന്റിലാണ് സ്ക്വയർ. L3-ലും കറണ്ട് ലീവ് ചെയ്യുന്ന പോയിന്റ്, കറണ്ട് ഡയറക്ഷൻ തന്നിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ലീവ് ചെയ്യുന്ന പോയിന്റിലാണ് ഈ ഒരു സ്ക്വയർ മാർക്ക്. ഇപ്പോൾ രണ്ട് കേസിലും കറണ്ട് ലീവ് ചെയ്യുമ്പോഴാണ് സ്ക്വയർ മാർക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ എന്തായിരിക്കും? ഫ്ലക്സ് എയ്ഡിങ് ആയിരിക്കും, അതായത് പൊളാരിറ്റി ആഡ് ചെയ്യുന്ന വിധത്തിലായിരിക്കും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? M23 ഇൻറ്റു പൊളാരിറ്റി നോക്കുക, പ്ലസ് മൈനസ് M23 ഇൻറ്റു di3/dt. അതുപോലെ M32 തിരിച്ച് M32 ഇൻറ്റു d/dt ഓഫ് ഇവിടെയുള്ള കറണ്ട് എന്താണ്? I2 - I3. ഓക്കെ, കപ്പാസിറ്റൻസ് അതുപോലെ തന്നെ മാർക്കം ചെയ്തു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താണ് ഇക്വലൻ്റ് സർക്യൂട്ട് ഇൻ ടേംസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരക്കുന്നത്. ഇനി മെഷ് 1-ൽ KVL അപ്ലൈ ചെയ്തു. ഇപ്പോൾ എന്തായിരിക്കും KVL അപ്ലൈ ചെയ്യുമ്പോൾ വരിക? മെഷ് 1-ൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ V of t is equal to R into I1 minus L1 into d/dt of I1 minus I2. L1 into d/dt of I1 minus I2. I1 ഇങ്ങോട്ടുണ്ട്, I2 ഓപ്പോസിറ്റ്. മൈനസ് M12 into d/dt of ഇത് I2 minus I3 പ്ലസ് M13 into di3/dt, അതുപോലെ ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് V of t-നെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുവന്ന ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി മെഷ് 2-ൽ KVL അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് വരുന്നത്. എന്തായിരിക്കും? ഇവിടെ നിന്നാണ് തുടങ്ങിയത്. മൈനസ് M13 പ്ലസ് നിന്ന് മൈനസിലോട്ടായതുകൊണ്ട് മൈനസ് M13 ഇൻറ്റു di3/dt പ്ലസ് പൊളാരിറ്റി പ്ലസ് മൈനസ് ആണ്, ഇവിടെ മൈനസ് പ്ലസ് ആയി, അതുകൊണ്ട് പ്ലസ് M12 d/dt ഓഫ് I2 minus I3. പിന്നെ ഇൻഡക്റ്റൻസിൻ്റെ മൈനസ് L1 ഇൻറ്റു d/dt ഓഫ് ഇതിലുള്ള കറണ്ട് എന്താണ്? I2 minus I1. നെക്സ്റ്റ് ഇവിടെ വരും മൈനസ് L2 ഇൻറ്റു ഇതിലുള്ള കറണ്ട് I2 minus I3, മൈനസ് L2 ഇൻറ്റു കറണ്ട് I2 minus I3. നെക്സ്റ്റ് മൈനസ് M21, ഏതാ M21 ഇൻറ്റു d/dt ഓഫ് I1 minus I2, d/dt ഓഫ് I1 minus I2. ഇനി വീണ്ടും മൈനസ് M23 di3/dt is equal to 0. ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് ഇക്വേഷൻസ് കിട്ടുക.
ഓക്കെ. ഇനി അതിൽ കോമൺ ആയിട്ട് മൈനസ് പുറത്തെടുത്തിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇനി മെഷ് 3യിൽ എന്തായിരിക്കും വരിക? M23 ഇവിടെ നിന്നാണ് തുടങ്ങിയത്. M23 മൈനസ് നിന്ന് പ്ലസ്സിലേക്ക് ആയതുകൊണ്ട് നമ്മൾ പ്ലസ് ആയിട്ട് എടുത്തു. M23 ഇൻറ്റു di3/dt പ്ലസ് M21 ഇൻറ്റു d/dt ഓഫ് i1 മൈനസ് i2 മൈനസ് L2. ഇതിനെന്തായിരിക്കും? L2 ഇൻറ്റു di3 മൈനസ് i2 di3 മൈനസ് i2 മൈനസ് L3 ഇൻറ്റു di3/dt പ്ലസ് M31 ഇൻറ്റു d/dt ഓഫ് i1 മൈനസ് i2 പ്ലസ് ഇത് M32 ഇൻറ്റു d/dt ഓഫ് i2 മൈനസ് i3. ഇനി ഈ കപ്പാസിറ്റൻസിലൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അതാണ് 1/c ഇൻറ്റഗ്രൽ i3 dt ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളാണ് എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് ദി മെഷ് ഇക്വേഷൻസ്. അപ്പോൾ ഓരോ കേസിലുള്ള മെഷ് ഇക്വേഷൻസ് നമ്മൾ എഴുതി. ഓക്കെ. അപ്പോൾ അടുത്തതും ഒരു KVL ഇക്വേഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലും കറണ്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വരിക? i1ഉം i2 i3 തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡോട്ട്സാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് അല്ലേ? ഡോട്ട്സ്. അപ്പോൾ ഡോട്ട്സിൽ എന്താണ്? L1ൽ കറണ്ട് എൻ്റർ ചെയ്യുന്നിടത്താണ്, L2ലും കറണ്ട് എൻ്റർ ചെയ്യുന്നിടത്താണ്. അപ്പോൾ അത് തമ്മിലുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M12 പ്ലസ് ആയിരിക്കും, M21 പ്ലസ് ആയിരിക്കും. ഓക്കെ, അതാദ്യം കിട്ടി. ഇനി രണ്ടാമത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ. അപ്പം L1ഉം L3യും തമ്മിലുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ഒന്നിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നിടത്താണ്, എന്നാൽ L3യിൽ കറണ്ട് ലീവ് ചെയ്യുന്നിടത്താണ്. ദർഫോർ മൈനസ് വരും. ഏത്? M13യും M31 ആ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മൈനസ് വരും. ഓക്കെ. ഇനി സ്ക്വയർ തന്നിട്ടുണ്ട്. എവിടെയാണ് സ്ക്വയേഴ്സ് മാർക്ക് ചെയ്തിട്ടുള്ളത്? L3യിൽ മാത്രം, അതെവിടെയും വേറെ വരുന്നില്ല അല്ലേ? ഓക്കെ, ഉണ്ട്. L3യും L2വും തമ്മിലൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. അതായത് കറണ്ട് ലീവ് ചെയ്യുന്നിടത്താണ് L3യിൽ സ്ക്വയർ ഉള്ളത്, എന്നാൽ L2ലും കറണ്ട് ലീവ് ചെയ്യുന്നിടത്താണ്. അപ്പോൾ അത് രണ്ടും പോസിറ്റീവ്, L2ഉം L3യും. ദറ്റ് ഈസ് M23 M32 അത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് KVL ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇതിനെ നമ്മുടെ ഡിപ്പെൻഡൻസ് സോഴ്സിൻ്റെ ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ L1 പ്ലസ് മൈനസ് ആണ്, കാരണം രണ്ടിനും കറണ്ട് എൻ്റർ ചെയ്യുന്ന പോയിൻ്റിലാണ് ഡോട്ട്സ് ഉള്ളതുകൊണ്ട് പ്ലസ് മൈനസ് M12 di2/dt. ഇനി M13 di3/dt. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? L2 M21 di1/dt M23 di3/dt അല്ലേ? പിന്നെ L3 M31 di1/dt M32 di2/dt. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ മെഷ് ഇക്വേഷൻ എടുത്തിരിക്കുന്നത് i1 ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലാണ് i2 എടുത്തിട്ടുണ്ടാവുക, ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലാണ് i3 എടുത്തിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡക്ടർ വഴിയുള്ള കറണ്ട് എന്തായിരിക്കും എടുക്കുക? L d i1 മൈനസ് i2 എന്ന് എഴുതാം. ബട്ട് ഇവിടെ ഈ കറണ്ട് പൊളാരിറ്റി നമ്മൾ ഇങ്ങനെ തന്നുകൊണ്ട്, മെഷ് കറണ്ട് അല്ല തന്നത്, മൊത്തത്തിലുള്ള കറണ്ട് തന്നുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇക്വേഷൻസ് എടുത്തതും ഈ ഒരു രീതിയിലുള്ള KVL ഇക്വേഷൻസ് കിട്ടിയതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് KVL ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തത് 20 മിനിറ്റ്സ് ആയി. അടുത്ത് നമുക്ക് V1ഉം V2ഉം കണ്ടുപിടിക്കേണ്ട പ്രോബ്ലമാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.